കമ്മ്യൂണിക്കേഷൻ ആൻഡ് സോഷ്യൽ സ്കിൽസ്, ആശയവിനിമയവും സാമൂഹിക കഴിവുകളും, ചിന്തകൾ വ്യക്തമായി പ്രകടിപ്പിക്കാനും സജീവമായി കേൾക്കാനും സഹകരിക്കാനും ആരോഗ്യകരമായ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കാനും കുട്ടികളെ പഠിപ്പിക്കുക. എമ്പതി ആൻഡ് മോറൽ വാല്യൂസ്, ദയ, അനുകമ്പ, മറ്റുള്ളവരോടുള്ള ബഹുമാനം, ഉത്തരവാദിത്തം എന്നിവ വളർത്തിയെടുക്കണം. നേതൃത്വം, സ്വഭാവ വികസനം എന്നിവ വളർത്തിയെടുക്കണം. ഇതെല്ലാം കുട്ടികളെ പഠിപ്പിക്കേണ്ടതാണ്. പ്രോബ്ലം സോൾവിംഗ് സ്കിൽ, പ്രശ്നങ്ങളെ നേരിടാനുള്ള കഴിവുകൾ. നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് വന്നാൽ അതിനെ നേരിടാൻ നമ്മൾ പ്രാപ്തരായിരിക്കണം. അത് സ്റ്റഡീസിൽ എന്തെങ്കിലും ഇഷ്യൂസ് ആണെങ്കിൽ തന്നെ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ സ്വയം നമുക്കതിലൊരു ഡിസിഷൻ മേക്ക് ചെയ്യാനുള്ള പ്രാപ്തിയും ആയിരിക്കണം. നെക്സ്റ്റ്, ഹാബിറ്റ് ഫോർമേഷൻ ആൻഡ് സെൽഫ് ഡിസിപ്ലിൻ. ഹാബിറ്റ് ഫോർമേഷൻ, സ്വഭാവ രൂപീകരണം. നമ്മുടെ കുടുംബാന്തരീക്ഷങ്ങളിൽ നിന്നുമാണ് നമുക്ക് ഒരു ഗുഡ് ഹാബിറ്റുകൾ അല്ലെങ്കിൽ ഒരു നല്ല സ്വഭാവം കിട്ടുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിലെ ടീച്ചേഴ്സിൽ നിന്നുമാണ് ഒരു ഗുഡ് ഹാബിറ്റ് നമുക്ക് കിട്ടുന്നത്. നെക്സ്റ്റ്, സെൽഫ് ഡിസിപ്ലിൻ, സ്വയം അച്ചടക്കം. നമുക്ക് സ്വന്തമായിട്ട് ഒരു റോട്ടീൻ ഉണ്ടായിരിക്കണം. അത് വീട്ടിൽ തന്നെ അതൊക്കെ ഒരു ഡിസിപ്ലിൻ്റെ ഭാഗമാണ്. അതുപോലെ സ്കൂളിൽ ചെന്നാൽ ടീച്ചേഴ്സിനെ കാണുമ്പോൾ വിഷ് ചെയ്യുക, ഇതൊക്കെ ഒരു ഡിസിപ്ലിൻ്റെ ഭാഗമാണ്. ഇതാണ് സെൽഫ് ഡിസിപ്ലിൻ. റെസിലിയൻസ് ആൻഡ് കോപ്പിംഗ് സ്കിൽ, പ്രതിരോധന ശേഷിയും അതിജീവന ശേഷികളും. ജീവിതത്തിലുണ്ടാകുന്ന പരാജയം, സമ്മർദ്ദം, തിരിച്ചടികൾ എന്നിവയെ നേരിടാനാവാതെ കുട്ടികൾ മദ്യത്തിൻ്റെയും മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെയും പുറകെ പോകുന്ന കാഴ്ചകൾ നാം ഇപ്പോൾ കാണാറുണ്ട്. അതുമല്ലെങ്കിൽ അവർ ആത്മഹത്യയിലേക്ക് എത്തിച്ചേരുന്നു. അത് തങ്ങളെ മനസ്സിലാക്കാൻ ആരുമില്ല എന്ന തോന്നലാണ് അവർ അതിലേക്ക് എത്തിച്ചേർക്കുന്നത്. എന്നാൽ പരാജയം ഒരു ഫീഡ്ബാക്ക് ആയിട്ട് അതിനെ തരണം ചെയ്യാൻ കുട്ടികളെ നാം പ്രാപ്തരാക്കണം. ഒന്നുമല്ലെങ്കിൽ അവരുടെ ബുദ്ധിമുട്ടുകൾ സ്വന്തം മാതാപിതാക്കളോടോ അധ്യാപകരോടോ കൂട്ടുകാരോടോ അവർക്ക് പങ്കുവയ്ക്കാൻ സാധിക്കണം. ഇത് ചിലപ്പോൾ അവരുടെ ഒരു തിരിച്ചുവരവിന് കാരണമാകും. അടുത്തത് ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്, വിമർശനാത്മക ചിന്തയും തീരുമാനമെടുക്കലും. ജീവിതത്തിലെ പ്രധാന ഘട്ടങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ അത് വൈകാര്യമായി എടുക്കാതെ യുക്തിപരമായും വിമർശനാത്മകവുമായി തീരുമാനമെടുക്കാൻ കുട്ടികളെ നാം പ്രാപ്തരാക്കണം. ഇത് അവർക്ക് ഏത് സാഹചര്യവും തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സഹായിക്കും. മൈൻഡ്സെറ്റ് ഡെവലപ്മെന്റ്, മാനസിക വളർച്ച വികസിപ്പിക്കുക. കഠിനാധ്വാനത്തിലൂടെ ബുദ്ധിയും കഴിവുകളും വികസിപ്പിക്കാൻ കഴിയുമെന്ന് കുട്ടികളെ പഠിപ്പിക്കുക. എനിക്കിത് അറിയില്ല എന്നതിന് പകരം ശ്രമിച്ചാൽ എന്നെ കൊണ്ട് എന്തും പഠിക്കാൻ കഴിയുമെന്ന മാനസികാവസ്ഥ കുട്ടികളിൽ വളർത്തുക. സെൽഫ് അവയർനെസ് ആൻഡ് ഇമോഷണൽ ഇന്റലിജൻസ്, സ്വയം അവബോധവും വൈകാരിക ബുദ്ധിയും. സ്വന്തം വികാരങ്ങൾ, കഴിവുകൾ, ബലഹീനതകൾ, വികാരമുണർത്തുന്ന കാര്യങ്ങൾ എന്നിവ അറിഞ്ഞിരിക്കുക. ഇത് സ്വയം നിയന്ത്രിക്കാനും ആത്മവിശ്വാസം കൂട്ടാനും സഹായിക്കും. ഈ 10 ലൈഫ് സ്കിൽസ് നേടുന്നതിനായി ഞങ്ങൾ ഒരു വർഷത്തെ പ്രോഗ്രാമാണ്